ഹായ് ഹലോ. ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു, വേറൊന്നുമല്ല. അപ്പം ഞാൻ എഴുന്നേറ്റ് മുഖം കഴുകി കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇപ്പം ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്ത പോൺസിൻ്റെ സൺ മിറാക്കിൾ ഡീറ്റാൻ ഫേസ് വാഷാണ്. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു പിങ്ക് കളറായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ലതാണ്, കുഴപ്പമില്ല. ഫേസ് വാഷ് ഞാൻ ഇപ്പം രണ്ടാമത്തെ വാങ്ങിച്ചതാണ്. ഇതും നല്ലത്, ടാനൊക്കെ മാറാനായിട്ട് നല്ലതാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ എൻ്റേത് മാറിയിട്ടില്ല. പൊതുവെ നോക്കുമ്പോൾ ഇവിടെ വേറൊരാൾ ഇടയ്ക്കൊരു പണി ഓരോന്നും ടാപ്പയിലെല്ലാം പണിയുന്നുണ്ട്. അത് ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത്. മാങ്ങ കഴുകി അങ്ങോട്ട് ചെന്നപ്പോൾ എന്താണ്ട് അമ്മയും കൊച്ചുമോനും കൂടെ നിന്ന് ദോശ ഉണ്ടാക്കുക. അമ്മ ദോശ ചുട്ട് അങ്ങോട്ട് എടുക്കുന്നു. അപ്പം അവൻ അവിടെ നിന്ന് മാവ് കോരി ഒഴിക്കാനായിട്ട് നോക്കുക. അപ്പം അമ്മ പെട്ടെന്ന് എണ്ണ തൂത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാനെടുത്ത് കോരി ഒഴിക്കുക. ദോശ ഉണ്ടാക്കുന്ന കണ്ടോണേ. ഇങ്ങനെ ഞങ്ങൾ ദോശ ചുടുന്നത്. ഇനി അമ്മ അത് വാങ്ങിച്ചിട്ട് ദോശയാക്കുന്ന കാണാം. നമ്മളെ കൊണ്ടല്ലേ മക്കളെന്ത് കുളമാക്കിയാലും റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. അമ്മമാരെ കൊണ്ടല്ലേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് പതിയെ മുടിയിൽ എണ്ണ തേക്കാം. ഞാൻ 2 എണ്ണ എടുത്തിട്ടുണ്ട്. ഒന്ന് ഒണിയൻ ഹെയർ ഓയിലും ഒന്ന് നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് അറിയത്തില്ല, ഹിബിസ്കസിൻ്റെ ഡാമേജ്ഡ് റിപ്പയർ. ഫസ്റ്റ് ഞാൻ ഒണിയൻ അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേത് സ്പ്ലിറ്റ് എൻഡ്സിനൊക്കെ നല്ലത് ഈ എണ്ണ. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കതൊന്ന് എണ്ണ തേക്കാം. എണ്ണ വെച്ചൊരു അരമണിക്കൂർ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തല കഴുകാൻ. അപ്പോൾ അതിൻ്റെ ഇപ്പുറമായിട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ചട അങ്ങനെ കളഞ്ഞു. ഇനി മുടി സ്പ്ലിറ്റ് ആക്കാം. ഹെയർ ഓയിൽ ഒണിയൻ്റെ ഇനി നമുക്ക് ഇതെടുക്കാം. എത്ര മല അടുത്ത ആള് വന്നു. ചെല്ലാൻ അവൻ്റെ കൂടെ കളിക്കാന്. എണ്ണ തേച്ചു. നമ്മളിനി ഇതൊന്ന് പൊക്കി കെട്ടി വെക്കണം. എന്താ ടാറ്റി ടാറ്റി ടാറ്റി. എന്നിട്ട് ഇനി നമുക്ക് തുണിയെല്ലാം അലക്കാനുള്ളത് കൊണ്ടിടാം. ഇപ്പം നമുക്ക് ഓരോന്നും എടുക്കാം. അന്നേങ്ങി വാ കുഞ്ഞാ. എന്തുകൂടെ എടുത്തെറിയുന്നു. പോട്ടെ എനിക്ക് അടയ്ക്കാം. കുഞ്ഞടയ്ക്കണേ. കുഞ്ഞാണ് അടയ്ക്കുന്നത്, ഇപ്പോഴല്ല. കുഞ്ഞടച്ചോ. ധ്രുവ്
ഓക്കെ. ഇനി എങ്ങനെ കുഞ്ഞ് ഓണാക്കുന്നത്? ഇവിടെ ഞങ്ങൾ 10-15 മിനിറ്റത്തെ സംഭവം ഇടുന്നുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് വെക്കുന്നു. ഇത് വെക്ക്. ഓക്കെ. ഇനി നമുക്ക് ലോക്ക് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, ലോക്കും വീണു. വാഷിംഗ് മെഷീൻ പണി വന്നിട്ട് ഇനി താത്തിട്ടേക്കാം. ഇല്ലെങ്കിൽ ഇവൻ വന്ന് ഓരോന്നും തിരിച്ചും മറിച്ചും ഇടും. എന്ത് എന്താ ഇവിടെ കയറി നിൽക്കുന്നേ? ബാ നോക്ക, ബാ 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 മൊത്തോ കുഞ്ഞ ബാ. ബാ, ഞാൻ പോവാണേ, ഞാൻ പോവാ. ബാ. ഇനി നമുക്ക് ഉടുപ്പുകളെല്ലാം തേച്ച് വെക്കാം. തേച്ച് മടക്കി അത് വൃത്തിക്ക് വെക്കണം. അപ്പം അങ്ങനെ ആ ഒരു വർക്ക് അങ്ങ് കഴിയും. എന്തോ നമുക്ക് തേച്ച് വെച്ച ഡ്രസ്സ് എടുത്ത് അലമാരിക്കകത്ത് വെക്കാം. ചുരിദാറും ടോപ്പുകളേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എടുത്ത് വെക്കാവുന്ന കേസേ ഉള്ളൂ. പാൻറ്റും കൂടെ വെക്കാനുണ്ട്, അത് നമുക്ക് ഇവിടെ വെക്കാം. പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പം നമ്മളെല്ലാം കൂടെ സെറ്റ് ചെയ്തു. ദേവാജുവിന് നാളെ മുതൽ എക്സാം തുടങ്ങുക. അപ്പം ഇന്നലെ മുതൽ ഇരുന്ന് പഠിക്കുക. അപ്പം തന്നെ ഇരുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. പുള്ളി ഇരുന്നങ്ങ് എഴുതി പഠിച്ചോളും. അപ്പം അങ്ങനെ എഴുതി കൊടുത്തത് പുള്ളി ഇരുന്ന് അങ്ങ് എഴുതുക. ഇടയ്ക്ക് ഗ്യാപ്പ് വിടുന്നുണ്ട്, അത് ചോദിക്കുന്നതിന് നോക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ റബ്ബർ വെച്ച് തുറത്ത് വെച്ചിട്ട് ഇത് ചെറിയൊരു മിനി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.